ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊച്ചി കോർപ്പറേഷൻ കൂത്താട്ടുകുളത്ത് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കൂത്താട്ടുകുളം നഗരസഭയിലെ കിഴക്കൊമ്പിലാണ് ഭവനരഹിതർക്ക് വീടുകൾ ഒരുങ്ങുന്നത്. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മേയർ എം അനിൽകുമാർ കൂത്താട്ടുകുളത്തെത്തി. സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത 46 കുടുംബങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വീതമാണ് സർക്കാർ അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ സൗജന്യ രജിസ്ട്രേഷനിലൂടെ സ്ഥലം പതിച്ചു നൽകുകയും ചെയ്തു. കൂത്താട്ടുകുളം നഗരസഭയ്ക്ക് കീഴിലെ കിഴകൊമ്പിൽ 2.25 ഏക്കർ സ്ഥലത്താണ് ഭവനരഹിതർക്കായി കൊച്ചി കോർപ്പറേഷൻ 39 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. വീടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മേയർ എം അനിൽകുമാർ കൂത്താട്ടുകുളത്തെത്തി. പദ്ധതി പ്രദേശം സന്ദർശിച്ച മേയർ കൂത്താട്ടുകുളം നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി. സ്വന്തം വീട്, അടച്ചുറപ്പുള്ള ഒരു വീട് എല്ലാ മനുഷ്യരുടെയും സ്വന്തമായ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം എൻ്റെ കോർപ്പറേഷനിലെ, എൻ്റെ നഗരത്തിലെ ആളുകൾക്ക് കുറച്ച് ദൂരെയായിട്ട് കൂത്താട്ടുകുളത്താണെങ്കിൽ പോലും അവർക്ക് അത് ലഭ്യമായി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിലൂടെ ഒരു കാര്യവും കൂടി വ്യക്തമാകുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ജാതി, മത, രാഷ്ട്രീയ, കക്ഷി വ്യത്യാസങ്ങൾക്കെല്ലാം ഉപരിയായി എല്ലാവരും ഒന്നാണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് കൊച്ചിക്കാർ ഇപ്പോൾ കൂത്താട്ടുകുളംകാരാവുന്നത്. അങ്ങനെ കൊച്ചിയും കൂത്താട്ടുകുളവും ഒന്നാകുന്നതിൻ്റെ ഒരു ലൈഫ് പദ്ധതിക്കാണ് കോർപ്പറേഷൻ നിർമ്മിക്കുന്ന 39 വീടുകൾക്ക് പുറമെ ചേരാനല്ലൂർ പഞ്ചായത്തിലെ 5ഉം എടത്തല പഞ്ചായത്തിലെ 2 കുടുംബങ്ങൾക്കും ഇവിടെ വീടൊരുങ്ങുന്നുണ്ട്. പൊതുവഴി, വാട്ടർ ടാങ്ക്, പൊതു കളിസ്ഥലം എന്നിവയ്ക്കും സ്ഥലം നീക്കിവെച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.